മക്കളെ ഓണം എക്സാമിന് വളരെ ഈസി ആയിട്ട് 4 മാർക്ക് വാങ്ങുന്ന ഒരു അടിപൊളി ക്വസ്റ്റ്യൻ നോക്കാണ്. 2 ഹിന്റാണ് അവർ തന്നിരിക്കുന്നത്. ഒന്നാമത്തെ ഹിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരാറ്റത്തിന്റെ അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകൾ എൻ്റർ ചെയ്യുന്നത് ഡി സബ് ഷെല്ലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാറ്റത്തിന്റെ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ എൻ്റർ ചെയ്യുന്നത് ഡി സബ് ഷെല്ലാണെന്നും ആ ഡി സബ് ഷെൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 ഇലക്ട്രോണുകൾ ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻ. എന്താണ് ഇതിന്റെ അറ്റോമിക് നമ്പർ? രണ്ടാമത്തെ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? ഏത് ബ്ലോക്കിലാണുള്ളത്? ഏത് പീരീഡിലാണുള്ളത്? ഏത് ഗ്രൂപ്പിൽ? 5 ക്വസ്റ്റ്യൻ ആണ്. ഒരു 1-2 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ 5 ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ? അപ്പൊ നമ്മൾ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 3d7 ആണെന്ന് മക്കൾക്ക് അറിയാം. റെഡി അല്ലേ? എടാ അത് നമ്മൾ കാണുന്നുണ്ട്, അവർ തന്നിട്ടുണ്ട്. അവർ ഡി ബ്ലോക്കിലാണ്, ഡി ബ്ലോക്കിലാണ് 7 ഇലക്ട്രോൺ, 3ഡിയിലാണ് 7 ഇലക്ട്രോൺസ് ഉണ്ട്, അവർ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോവാണ്, ഇതിന്റെ ബാക്കിയുള്ള ഇലക്ട്രോൺസ് ചെയ്താൻ പോവാണ്. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d7. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ നോക്കുക, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി കഴിഞ്ഞു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതി കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ? ഇതിന്റെ അറ്റോമിക് നമ്പർ എന്ത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അറ്റോമിക് നമ്പർ ഇലക്ട്രോൺ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. 2, 4, 6, 4, 10, 12, 18, 20, 20, 27. അപ്പൊ ഇലക്ട്രോൺസിന്റെ എണ്ണം ആഡ് ചെയ്താൽ എന്ത് കിട്ടി? അറ്റോമിക് നമ്പർ കിട്ടി. സോ അറ്റോമിക് നമ്പർ എത്ര എന്ന് വെച്ചാൽ 27 ആണ് അറ്റോമിക് നമ്പർ. അത് എവിടെ എഴുതി വെക്കുക? അറ്റോമിക് നമ്പർ 27. ക്ലിയർ അല്ലേ? യെസ്. ഏത് ബ്ലോക്കിലാണുള്ളത്? ഇത് ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ എൻ്റർ ചെയ്യുന്നത് ഡി സബ് ഷെല്ലിൽ ആയതുകൊണ്ട് ഇവരെന്ത് വിളിക്കാം? ഡി ബ്ലോക്ക് എലമെന്റ്സുകൾ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കാം. ക്ലിയർ ആണ്? ഇതിന്റെ പീരീഡ് കാണണം, ഏത് പീരീഡിലാണ് ഉള്ളത് എന്നാണ് കാണുന്നത്. പീരീഡ് കാണാൻ വളരെ ഈസിയാണ്, നമ്മൾ നോക്കിയാൽ മതി. ഇതിൽ ഏറ്റവും വലിയ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ഏതാന്ന് നോക്കാം. മക്കൾ നോക്കിയേ, ഇവിടെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 1 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 3. അപ്പൊ പ്രിൻസിപ്പൽ കോഡ് നമ്പർ ഏതാ? 4 ആണ് ഏറ്റവും വലുത്. സോ അത് ഏത് പീരീഡിലാണെന്ന് വെച്ചാൽ അത് 4th പീരീഡിലാണെന്ന് പറയാം. ഇനി എന്താണ് ഗ്രൂപ്പ് നമ്പർ എന്നാ ചോദിച്ചത്? ഗ്രൂപ്പ് നമ്പർ ചോദിക്കാൻ വാലൻസ് ഷെല്ലിലെ എസിലെയും ഡിയിലെയും ഇലക്ട്രോണിനെ ആഡ് ചെയ്താൽ മതി. വാലൻസ് ഷെല്ലിൽ എസിൽ 2 ഇലക്ട്രോണും ഡിയിൽ 7 ഇലക്ട്രോണുമാണ്. സോ ഗ്രൂപ്പ് നമ്പർ എത്ര വെച്ചാൽ 9 ആണ് ഗ്രൂപ്പ് നമ്പർ. ക്ലിയർ അല്ലേ?